ഹലോ വാട്ട്സ്ആപ്പ് ഗായ്സ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്നൊരു സ്പെഷ്യൽ സംഭവം കേട്ടോ. അത് കുഴപ്പമില്ല, കളിയുടെ ഒരു തമാശയല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗായ്സ്. നമ്മുടെ എങ്ങനെ വീല് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കര അതിഗംഭീരമായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരു ബിഗിനറിന് ഇത്ര വ്യൂസും ഇത്ര ലൈക്കും കിട്ടുക വെച്ചാൽ അയാൾക്ക് വളരെ ഒരു സന്തോഷം തന്നെ കിട്ടും. കാരണം എൻ്റെ ഒരു വീഡിയോയ്ക്ക് കിട്ടിയത് ഇപ്പോൾ 5000 വ്യൂസാണ് നിങ്ങൾ ആ വീഡിയോയ്ക്ക് തന്നത്, നിങ്ങൾ ആ വീഡിയോ കണ്ടതിന്. അപ്പോൾ ആ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്, എങ്ങനെ വീല് ചെയ്യാം ഏറ്റവും ഈസിയിൽ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് എത്ര ലൈക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 370 ഞാൻ ഇന്നലെ കണ്ടത്. ഇന്നിപ്പോൾ എത്രയാണെന്നോ എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു സപ്പോർട്ടാണ് ഗൈസ് നിങ്ങൾ തന്നത്. അത് ഞാൻ വളരെ അങ്ങോട്ട് നന്ദി ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വീല് സുഖമായി ചെയ്യാം. പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഏത് ബിഗിനറിനോ ഏത് ഹൈറ്റില്ലാത്ത ആൾക്കോ ഏത് തടിയുള്ള ആൾക്കോ എല്ലാവർക്കും ചെയ്യാം എന്ന് ഒരു വീഡിയോ ആണ് ഇന്നത്തേക്ക് പറയുന്നത്. നമുക്കത് എത്ര ദിവസം കൊണ്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേഗം ഈസിയിൽ ഏത് ബിഗിനറിനും പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൽ ട്രൈ ചെയ്യാൻ നോക്കാം. ഇതിൽ ഞാൻ ഹെൽമെറ്റിൽ ഗോപ്രോ ഒന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഹെൽമെറ്റിൽ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെച്ചാലും വീഴുക, എപ്പോൾ വേണമെച്ചാലും ക്യാമറേൻ്റെ കളി തീരുക. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അത്രയ്ക്കും സേഫ്റ്റി ആയിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേറെ ക്യാമറ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രതീക്ഷിതമായ ഒരു ടെസ്റ്റാണ്, ഒരു വമ്പൻ ടെസ്റ്റ്. ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ, കിക്ക് തന്നെ അടിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നാൾ ഓഫാക്കിയിട്ടാണ് വണ്ടി ഇട്ടിരുന്നത്. ഉണ്ടോ എൻ്റെ ക്യാമറ, അതാ ഞാൻ പറഞ്ഞത് ഗൈസ്, ക്യാമറ എപ്പോൾ കാണിച്ചാലും വീഴുക. ഇപ്പം ഞാൻ ആക്കിയ പോലെ തന്നെ. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടു വണ്ടി വണ്ടി ഫ്രണ്ട് ഞാൻ വീല് പൊന്തിക്കാൻ നോക്കിയപ്പോൾ ഗൈസ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇതിപ്പോൾ എൻ്റെ ഫോണായതുകൊണ്ട് പൊട്ടിയില്ല, ഒന്ന് സ്റ്റെപ്പിൽ വീഴും, ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ഏതൊക്കെ സ്റ്റെപ്പിൽ നിന്ന് വീഴും ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റെപ്പിൽ നിന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയൊക്കെ വീഴുമെന്ന്. അപ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തത് ഏറ്റവും മണ്ടത്തരാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഞാൻ എൻ്റെ ഫോൺ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ വിളിച്ച് ഇതുപോലെ ഇടിവിട്ട് തമാശകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഏറ്റവും മണ്ടത്തരാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഞാൻ എൻ്റെ ഫോൺ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. ഫോണ് വീഴുന്നത് അവിടെ ഇനിയും ചിലപ്പോൾ വീഴും, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ വയസ്സ് ഇപ്പോൾ ഒരു ചാട്ടം ചാടിയില്ലേ, അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിന് പറ്റില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ പൊന്തിച്ച് കളിക്കും. അങ്ങനെയല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ചെയ്തിട്ട് നമ്മളിതിപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സുഖമായിട്ട് ചെയ്താൽ നമ്മൾ ഇങ്ങനെ കാല് വെക്കണം. നമ്മൾ കുറച്ച് ബാക്കോട്ടിരുന്നിട്ട് നമ്മുടെ ഇഞ്ചിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു ഇങ്ങനെ വെയിറ്റ് കൊടുക്കണം. ഇതിന് നമ്മൾ ഫുൾ ഇങ്ങനെ പിടിക്കണം. ഞാൻ ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്. ഇപ്പോൾ ഹാൻഡിൽ മാറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആയിട്ട് ഒരു ഒറ്റ ഇതാവില്ല. അപ്പോൾ ഫ്രണ്ട് എന്തായാലും നിങ്ങളുടെ വണ്ടിക്ക് പൊന്തിരിക്കും. പിന്നെ ഒരു കാര്യം ഗൈസ് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു വലിയ പ്ലെയിൻ സ്ഥലത്തുനിന്ന് ചെയ്യണം, അല്ലാതെ റോട്ടിൽ നിന്ന് ഒന്നും ചെയ്യരുത് ഗൈസ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഇതൊരു സേഫ്റ്റിയിൽ ചെയ്യേണ്ട സംഭവമാണ്. ഒരിക്കലും ഒരു ആൾക്കാരുടെ മേത്ത് പോയി ഇടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്, സേഫ്റ്റി. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അത് ഇവിടെ ഒരു പ്രൈവറ്റ് സ്ഥലമാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഗ്രൗണ്ടിലൊന്നും ചെയ്യരുത്. അല്ല, ഗ്രൗണ്ടിലാണ് ചെയ്യേണ്ടത്, റോഡിലും പബ്ലിക് സ്ഥലത്തൊന്നും ചെയ്യരുത് ഒരിക്കലും. അതാണ് ഗൈസ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ സേഫ്റ്റി ആണ് സെക്കൻഡ്. ഹെൽമെറ്റ്, ഗ്ലൗസ് ഞാൻ ഇട്ടിട്ടുണ്ട്, സോറി ഗൈസ്. ഗ്ലൗസ്, പിന്നെ നമ്മുടെ കാലിൽ വെക്കുന്ന നീസ് ആ സംഭവമില്ലേ, കവറിങ്, അതും ഇടണം. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ ജാക്കറ്റ് ഉണ്ടെങ്കിൽ ജാക്കറ്റ് ഇടണം. പിന്നെ പാൻ്റ് ആണെങ്കിൽ പാൻറ്റ്, അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എത്ര സേഫ്റ്റി ഒന്നും അത്രയും നല്ലത്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് നിങ്ങൾ 2 ദിവസം ഇങ്ങനെ ചെയ്ത് പഠിക്കുക. നിങ്ങൾ പേടിയുണ്ടെങ്കിൽ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് പേടിയോടെ ചെയ്യേണ്ട. എനിക്ക് അങ്ങനെ കുറേ പേര് ഞാൻ പഠിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞത്, പേടിയിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. നിങ്ങൾ വീഴുമോ
എന്തെങ്കിലും പൊട്ടോ കൈ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. കണ്ടോ ഇപ്പോൾ എൻ്റെ ക്യാമറ വേണം നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ആ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. നിങ്ങളങ്ങനെ വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ വേറെ വീഡിയോ ഇട്ട് കാണിക്കുക, ഞാൻ കഴിഞ്ഞ റെഡി ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ വീഡിയോ ഇതിപ്പോൾ ഇതേപോലെ ചെയ്തത് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നുകൂടിയും ചെയ്ത് കാണിക്കും. ഇതിപ്പോൾ ക്യാമറ ഓണാണെങ്കിൽ എത്ര പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുന്നത് കണ്ടോ. അങ്ങനെ ഒരു ചാട്ടാണ്, ഒരു ചെറുതായിട്ട് ചാടുള്ളൂ, ചെറുതായിട്ടാണ്. ആ ചാട്ടത്തിൽ നിങ്ങൾ കയറണം. അപ്പം നമ്മൾ പമ്പ് ചെയ്ത് പോകണം. രണ്ടാമത്തെ വട്ടം വീണ് കൈസ്, കണ്ടില്ലേ എത്ര ബുദ്ധിമുട്ടുണ്ട്. ആണ് ഫോണൊന്നും പറ്റിയില്ല കൈസ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. പക്ഷേ ഇത് സേഫ്റ്റിയാണ്, നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാതും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് നേരെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ എൻ്റെ ഈ ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് പറ്റുമെങ്കിൽ ഇടണം. നിങ്ങളുടെ ഞാൻ ചെയ്ത ക്യാമറ ക്വാളിറ്റിയോ വല്ലതും മാറ്റണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ അവസ്ഥയിൽ കുറേ പേർക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇതായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ നിക്കണ അതാ പോണ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കണം.